ഏടാ ഒന്ന് വന്നേ. നിനക്ക് സ്പോർട്സിനല്ലേ ഇൻട്രസ്റ്റ് ഉള്ളേ? ഇന്ന് സെലക്ഷൻ ഉണ്ട്. ഇപ്പൊ നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാ ഞാൻ അങ്ങോട്ടാ പോകുന്നേ. ഓക്കെ, ഞാൻ വരാം. അവളുമാരോടും കൂടെ ഒന്ന് പറയട്ടെ. പറഞ്ഞിട്ട് നേരെ ബാക്കിലുള്ള ഗ്രൗണ്ടിൽ വാ. വരാം. ചേട്ടൻ പൊക്കോ. എന്തിനാടി വിളിച്ചേ? അടി, സ്പോർട്സിന്റെ സെലക്ഷൻ. ഞാനൊന്ന് പോയിട്ട് വരാവേ. ഓ, നീ ചെല്ലേ. അവളില്ലാത്തോണ്ട് എന്തോ പോലെ. കാലിന് നല്ല പെയിനാണോടാ? 2 ഡേ റെസ്റ്റ് എടുക്കാനോ ഡോക്ടർ പറഞ്ഞേ. നിനക്ക് പറ്റിയ ചാൻസ് ആണ്. വിളിച്ച് കെയറോടൊന്ന് സംസാരിക്കേ. അത് നല്ല ഐഡിയ. എനിക്ക് കെയറൊക്കെ ഉണ്ട്. പ്രത്യേകമാകേണ്ട കാര്യമില്ല. എന്റെ കൊച്ച് എവിടെയാണോ? കാണാനും പറ്റുന്നില്ല. വിളിക്കാന്ന് വെച്ചാ അവളുടെ നമ്പറും ഇല്ല. മക്കളെ രണ്ടും കൂടെ പരിപാടി. ഇവന്റെ കൊച്ചിന്റെ കാലുണിക്ക് എന്റെ മക്കളൊന്നിനെ കാണാനില്ല. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവളുടെ കാലെന്തോ ഗ്ലാസ്സിൽ കൊണ്ട് മുറിഞ്ഞൂന്നാ പറഞ്ഞേ. ദേവൻ ചോദിച്ചായിരുന്നു. ഇന്നലെ രാത്രിയിലും കൂടി ഞാൻ കണ്ടതാണല്ലോ. എന്ത്? നീ അവളെങ്ങനെ കാണാൻ പോയോ? ഇല്ലടാ, നമ്മുടെ വീടിന്റെ കുറച്ച് മാറിയിട്ടാണ് അവളുടെ വീട്. നിന്റെ ഒരു ഭാഗ്യം അവളെ കാണാനോ. അല്ല, അവളുടെ കാലിനെന്താ പറ്റിയേ? 2 കാലിന് പണി കൊടുത്തേക്കുന്നേ. അതൊന്നും അവർക്കും അറിയില്ലെന്ന് തോന്നുന്നു. നീ ഒന്ന് പോയി ചോദിക്കടാ. നൈസ്. ശരി, അപ്പൊ ഇവിടെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. എടാ വാ, നമുക്ക് ക്ലബില് പോവാം. നീ ലൈബ്രറിയിലോട്ടല്ലേ? അല്ലടാ, നിന്നെ ഹെൽപ്പ് ചെയ്യണം. സ്പോർട്സ് സെലക്ഷൻ നടക്കുന്നു. എന്നാ വിട്ടോ. ജിയോണ, നീ ഏതിന് പേര് കൊടുക്കുന്നേന്ന് വെച്ചാ കൊടുത്തോ. ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. ഓക്കെ ചേട്ടാ, ഫസ്റ്റ് റേസ് നോക്കാം. എന്നാ ഇവിടെ നെയിം എടുത്ത് ഈ ട്രാക്കിൽ പോയി നിക്ക്. റോസ്, അങ്ങനെയല്ല, ഇങ്ങനെ 1 2 3 4. എടാ, പറ്റുന്നില്ല. നീ ഒന്ന് കയ്യില് പിടിച്ച് എനിക്ക് കാണിച്ചതാ. ഈ കുരുപ. എടി ഇത് നോക്ക്. ഇങ്ങനെ. എന്താ ഇവിടെ? ഏയ് മാക്രിക്കുഞ്ഞെ, നിനക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ കൽപ്പിലാണല്ലോ? എന്താ? ഒന്നുമില്ല എനിക്ക്. ഞാൻ പ്രാക്ടീസിന് വന്നതാ. എന്താ, വന്നൂടെ? നീ വരാൻ വേണ്ടി ഞാൻ കൊറേ വെയിറ്റ് ചെയ്തു. അപ്പൊ ജൂൺ വന്ന് പറഞ്ഞ് നിനക്ക് വയ്യാന്ന്. എവിടെ നോക്കട്ടെ? എനിക്കൊന്നുമില്ല. സാറ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ. മാറ്. ഇവൾക്ക് എന്താ പറ്റിയാവോ? ആ നോക്കാം. ഹേ ഡാലിയ, എണ്ണിക്ക്. നീ എന്തിനാ വയ്യാതെ കളിച്ചേ? ഇത് കാല്. ഇത് വലിയ മൂവാണല്ലോ. നീ ഇതൊരു ബാൻഡേഡ് പോലും കെട്ടാതെ. ഒരു ശ്രദ്ധയില്ല. അത് കുഴപ്പമില്ല, ഞാൻ കളിച്ചോളാം. ആട്ടെ, നീ അവിടെ ഇരിക്ക്. എന്താ ഇവിടെ? ഇവിടെ വന്നേ പിന്നെ ഏത് നേരം ഇവളുടെ കൂടെ ആണല്ലോടാ നീ. അവക്ക് കാണാൻ ഞാനൊന്ന് നോക്കുക. നീ പോയി കളിച്ചോ. ഞാൻ നോക്കിക്കോളാവളെ. നീ പോയി പഠിപ്പിക്കേ. ഇത് ഞാൻ നോക്കിക്കൊള്ളാടി റോസി. നീ അവിടെ അവരെ വെയിറ്റ് ചെയ്യാ. നീ ചെല്ലേ. ഓക്കെ, നീ നോക്ക്. പെണ്ണെ, വന്ന് കളിച്ചിട്ട് നിന്റെ കാര്യം നോക്കി നീ പൊക്കോണം. ഹോബി എന്റെ ചിക്കന. അവനെ വന്നത് നീ വളയ്ക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെച്ചിരിക്കില്ല. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. ഞാനും വിട്ടോളാം. ഇത് മോളെ, നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്റെ ഭീഷണിയിൽ അങ്ങ് വീഴുവെന്നു, ഞാനങ്ങ് പേടിക്കുവെന്നു. ഇത് ഡാലിയാണ്. ഇതുവരെ സാറിനോട് എനിക്ക് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. നീയായിട്ട് തോന്നിപ്പിച്ച അത് നിന്റെ കഴിവേട്. ഓ, അപ്പൊ മോള് രണ്ടും കളിപ്പിച്ചാണല്ലേ. ഡാലിയ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടേ പോകൂ. നീയല്ല, നിന്റെ വീട്ടുകാര് സംസാരം എന്നെ തടയാൻ പറ്റില്ല. കേട്ടോടി റോസി, നീ ഇവിടെ പഠിക്കില്ല. ഞാനാ പറയുന്നത്. ഡാലിയ, ഹേയ് ഡാലിയ. അവൾക്ക് വയ്യാതെ നീ എന്തിനാ ഇത്ര കെയർ കൊടുക്കുന്നേ? അവളും നിന്നെ പോലെ എനിക്ക് സ്റ്റുഡന്റ് ആണ്, അതാ. ഇത് അവളല്ലേ ജിനി? മിണ്ടണോ? ഹേയ് മേഡം. എന്താ വേണ്ടേ? ഞാൻ ജൂൺ. തനിക്ക് പഠിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണോ? എന്റെ അത്ര ഉണ്ടോ ചോദിച്ചാ അറിയില്ല. പിന്നെ ഓരോരുത്തർക്ക് ഒറ്റപ്പെടുമ്പം ഓരോന്നിനോടല്ലേ. എനിക്ക് പഠിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെയാ. എന്റെ കുറച്ച് ബുക്സ് ഉണ്ട്, റയർ ആണ്. തനിക്ക് വേണോ?
ആണോ? ഞാൻ വായിച്ചിട്ടുള്ളതാണെങ്കിൽ വേണ്ട. ഇല്ല, വാ ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ട്? ഇവിടെ അടുത്ത് എന്റെ വീട്. ഐ മീൻ ഞങ്ങള് 4 പേരും ഉള്ളത്. എന്റെയും കുറച്ച് അടുത്ത് തന്നെയാണല്ലോ. നൈസ്. അപ്പോ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ തന്നെയാണല്ലോ. വാ. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളേ? ഞങ്ങളുടെ മമ്മിയും പപ്പയും ഒക്കെ അങ്ങ് വിദേശത്ത്. ഞങ്ങൾക്ക് പോവാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ 4 പേരും കൂടി ഒരു വീട്ടിൽ നിന്ന് നിൽക്കുന്നു. ഞങ്ങൾക്കും അങ്ങനെ നിക്കണമെന്നുണ്ട്. പക്ഷേ എന്റെയും ജിയോണയുടെ വീട്ടിൽ സമ്മതിക്കില്ല. ഡാഡിയാണെങ്കിൽ എപ്പോഴും പുറത്തായിരിക്കും. ആ, അവൾക്ക് എന്തായേ? അത് അവളുടെ പേരൻസ് അല്ല, അവളുടെ പേരൻസ് മരിച്ചു. അപ്പോ ഒരു ചെറിയ തെറ്റിന് പോലും അവളെ പുറത്താക്കും. ഓ, ഹോബിക്കും പപ്പയും മമ്മിയില്ല. ഞങ്ങളുടെ മമ്മിയും പപ്പയൊക്കെയാ അവനെ നോക്കുന്നേ. അവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴാ കുറച്ച് ഹാപ്പിനെസ്. പിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വിൻഡോ വഴി കയറും മിഡ് നൈറ്റ് ആകുമ്പോ. ഇന്നലെ അങ്ങനെ കയറിയപ്പോ കാലൊന്നും മുറിഞ്ഞു. പാവം കുരുട്ടടയ്ക്ക. അവൾക്ക് അങ്ങനെ വിളിക്കുന്നത് പെട്ടെന്ന് ഫീലാവും. അവളുടെ പപ്പയും മമ്മയെ അങ്ങനെയാ വിളിച്ചിരുന്നേ. നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലേ? അവളെ ഞങ്ങൾ കൊണ്ടുപോട്ടെ ഞങ്ങളുടെ വീട്ടിലോട്ട്. അത് ശരിയാവുമോ? നിങ്ങൾക്കും അവൾക്കും അതൊരു ചീത്തപ്പേരാവില്ലേ? അതൊക്കെ ആര് നോക്കുന്നു? എന്തായാലും ഞാനൊന്നും സംസാരിക്കാം. ചോദിച്ചു നോക്ക്. നിങ്ങൾ മോശം ആൾക്കാരല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ തേട്ടനും അവളൊരു പെങ്ങളെ പോലെ കാണുന്നേ. എനിക്കും അതെ, അവൾ എന്റെ കുഞ്ഞു പെങ്ങളെ പോലെ.